നമസ്കാരം. മലയാളി വാർത്താ ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ക്യാപ്റ്റൻ ജോയ്. ഭീമാകാരനായ ഒരു കപ്പൽ ആദ്യമായിട്ടാണ് നമ്മുടെ അറബിക്കടലിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള തീരത്തോട് ചേർന്ന് മുങ്ങിപ്പോയിരിക്കുന്നത്. ഇതിന് കാരണമെന്ത്? ചരിത്രത്തിൽ ഇങ്ങനെ കേട്ടിട്ടില്ല വലിയ കപ്പലുകൾ മുങ്ങുകയെന്ന് പറയുന്നു. ഇത് തന്നെ ലോകത്തിലെ 5ാമത്തെ വലിയ കപ്പലാണെന്ന് പറയുന്നത്. ഏതാണ്ട് 450 അടി നീളം ഉള്ള കപ്പൽ. ഏതെങ്കിലും വിമാനവാഹിനി കപ്പൽ മുങ്ങിയത് കേട്ടു? ടൈറ്റാനിക് മുങ്ങി എന്ന് പറയുന്ന ഒരു ഐസ് കട്ടയിൽ പോയി ഇടിച്ചിട്ടാണ് മുങ്ങിയത്. ഇവിടെ ഇങ്ങനെ ഇപ്പം അറബിക്കടലിൽ ഐസ് കട്ടയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ മുങ്ങി? ഇത് 1.5 മാസം മുമ്പ് വിഴിഞ്ഞത്ത് അടുത്തായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരെല്ലാം പോയി കണ്ടു. ഞാനും ആ കൂടെ പോയി കണ്ടതാണ്. കാണുന്നവരൊക്കെ ഇത് എന്താ വലുപ്പം, അല്ലെ എന്ത് അതിശയം, വലിയ ഹിമാലയ പർവ്വതം പോലെ ഇങ്ങനെ തീരത്തടുത്ത് കിടക്കുകയാണ്. അപ്പോൾ ആൾക്കാർ കൊതി വിടുകയാണെന്ന് പറയും. ഏത് ഭാഷപ്പെടുന്ന തരത്തിൽ അത് കണ്ണാണെന്ന് അറിയില്ല. ഈ വീടുകളൊക്കെ പണിയുമ്പോൾ കണ്ണ് കെട്ടാതെ നമ്മൾ ഓരോന്നൊക്കെ അവിടെ കെട്ടി, ചില മുള്ള്, ചില ചട്ടിയിലൊക്കെ കണ്ണും മൂക്കുമൊക്കെ വരച്ചിട്ട്, അതേപോലെ വലിയ മരങ്ങൾ പ്ലാവും മാവും ഒക്കെ കണ്ടുമാനം കായ്ച്ചു കിടന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യും ആൾക്കാർ. അതായത് ആൾക്കാർ കണ്ടിട്ട് എന്ത് ഭയങ്കരം എന്ന് അവരുടെ മനസ്സിൽ തോന്നിയാൽ അതിനെന്തെങ്കിലും കുഴപ്പം പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഇത്തരം വിശ്വാസങ്ങളിൽ ഇന്ത്യക്കാർ ആണ് ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞത്ത് വന്ന് ഇത് പോയി കഴിഞ്ഞ് ഇതിനിങ്ങനെ അങ്ങ് നാച്ചുറലായിട്ട് സംഭവിക്കുക എന്ന് പറയുന്ന അസംഭവമാണ്. പക്ഷെ സംഭവിക്കാം. അപ്പൊ കണ്ണാണോ അതോ കടൽ തന്നെ വിഴുങ്ങിയതാണോ എന്നുള്ളതാണ് ഇവിടെ വേറൊരു സംശയം. കടൽ തന്നെ വിഴുങ്ങണമെങ്കിൽ അവിടെ ഒരു ഒബ്ജക്റ്റ് വേണം. ഇതിന്റെ വെള്ളം കയറാനായിട്ട് ഇതിന് ഡാമേജ് ഉണ്ടായിട്ട്, അതും ഭയങ്കര ഭീമാകാരനായ ഡാമേജ് ഉണ്ടാകണം. ചെറിയൊരു ഹോളോ, ഒരു പൈപ്പിന്റെ ഹോളൊന്നും ഉണ്ടായാൽ അത്ര പെട്ടെന്നൊന്നും വെള്ളം നിറയും. 2013 സിന്ധു രക്ഷക് എന്ന ഇന്ത്യൻ നേവിയുടെ ഒരു സബ്മറൈൻ ബോംബെ ഡോക്യാർഡിൽ കിടന്നപ്പോഴാണ് അതിൻ്റെ അകത്തൊരു തീ ഉണ്ടാകുന്നു. തീ കൊണ്ട് അമ്മുണീഷനൊക്കെ എക്സ്പ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ സബ്മറൈൻ താഴ്ന്നു പോയി. അപ്പം തീ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പിന്നീട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് നടന്നത് ഇതിൻ്റെ 24 മണിക്കൂർ മുമ്പ് ഇന്ത്യ സബ്മറൈൻ ലോഞ്ച്ഡ് ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് പാകിസ്ഥാൻ വിചാരിച്ചു, എന്നാൽ നിങ്ങളുടെ സബ്മറൈൻസൊക്കെ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളെന്ന് വരുത്തി തീർക്കാൻ അവർ നടത്തിയ ഒരു അട്ടിമറി ആയിരിക്കണം. ഏതായാലും ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അന്വേഷണത്തിൽ എന്ത് കണ്ടെത്തിയെന്നും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂരം കഴിഞ്ഞപ്പോൾ അവർക്കവിടെ ധാരാളം ഡാമേജസ് ഉണ്ടായി, അതിന് ഡൗട്ടൊന്നുമില്ല. അപ്പോൾ അതിനൊരു പ്രതികാരം ചെയ്തതാകാൻ വഴിയില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരുന്നു. അവർക്ക് കൊച്ചി തുറമുഖത്ത് അവർ 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് കൊച്ചി തുറമുഖത്ത് വന്ന് അവർ ബോംബിട്ടവരാണ്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന അവർക്ക് അവരുടെ അടുത്തുള്ള ഇന്ത്യൻ തീരത്തേക്കാൾ, ഗുജറാത്തിലെയോ മഹാരാഷ്ട്രയിലെയോ തീരത്തേക്കാൾ അവർക്ക് എളുപ്പം കൊച്ചിയിൽ വരുന്നതാണ്. എന്നുവെച്ചാൽ കേരളത്തിൽ കൂടുതൽ അവർക്ക് മോൾസ് ഉണ്ട്, സ്ലീപ്പിംഗ് സെൽസ്, ചാരപ്രവൃത്തി ചെയ്യാൻ തയ്യാറുള്ളവർ ധാരാളമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് പണ്ട് കുറച്ച് കൊല്ലം മുമ്പ് കണ്ടെയ്നർ നിറയെ കള്ളനോട്ട് കൊണ്ടുവന്ന് ഇറക്കിയതും കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചി ഈസ് എ പാക് ഫേവറേറ്റ് പോർട്ട് ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടെ ഇത് നടത്തിയതും നടത്തേണ്ട രീതികൾ there are thousands of ways. ഇവിടെ തന്നെ നമ്മൾ നോക്കും, നമ്മുടെ നാട്ടിലെ കേരളത്തിൽ തന്നെ ഒരു കൊലപാതകം നടത്തുന്നു, മോഷണം നടത്തുന്നു, മറ്റുള്ള എല്ലാ കുറ്റകൃത്യം ചെയ്യുന്നതെല്ലാം പുതിയ പുതിയ നോവൽ രീതികളിലാണ്, ഇതുവരെ എക്സ്പെരിമെൻ്റ് ചെയ്യാത്ത. അപ്പോൾ അട്ടിമറിക്കാർക്ക് ഓരോ രീതികൾ, പല രീതികൾ അവർക്ക് അവലംബിക്കാം. ഒരു ബോട്ടെ വന്നിട്ട് ഒരു മറൈൻ ഡൈവറെ, സ്കൂബ ഡൈവറെ താഴോട്ട് വിട്ടിട്ട് അവിടെ എക്സ്പ്ലോസീവ് ഇതിൽ ചേർത്ത് വെച്ചാൽ മതി. എന്നിട്ട് പോയിട്ട് അവർക്ക് നോട്ടിക്കൽ മൈൽ, അതിൽ 10-20 മൈൽ അകലെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ കഴിഞ്ഞ വർഷം കണ്ടില്ല, ചാലക്കുടിയിൽ ഒരുത്തൻ
ഒരു പ്രെയർ ഹാളിൽ കൊണ്ടുപോയിട്ട് ബോംബ് വെച്ച് പൊട്ടിച്ചു, റിമോട്ട് കൊണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? അപ്പം ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, ഇതിന് വല്ല അട്ടിമറി ഉണ്ടോ എന്നുള്ളത്. അട്ടിമറിക്ക് പാകിസ്ഥാൻ വിചാരിച്ചാൽ 24 hours വേണ്ട, ഇന്ത്യയിൽ എവിടെയും എന്ത് അട്ടിമറിയും നടത്താം. കേരള തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ എന്ത് അട്ടിമറി നടത്താനും പാകിസ്ഥാൻ ഇറ്റ്സ് എ ചൈൽഡ്സ് പ്ലേ. ഒരു പിള്ളകളി എന്ന് പറയും, പിള്ളേരുടെ കളിയോ. കാര്യം ഇതുകൊണ്ട് ഡാമേജ് കേരളത്തിനോ ഇന്ത്യക്കോ നഷ്ടമില്ല. ഇതിൽ എണ്ണക്കപ്പലല്ലാത്തതുകൊണ്ട് എണ്ണ സ്പിൽ ഓവർ ഉണ്ടാവും എന്നുള്ള ഭയപ്പാടൊക്കെ ചാനലുകളിലൊക്കെ കണ്ടു നമ്മൾ. എന്നാൽ അത്രയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഇത് ബേസിക്കലി സോളിഡ് ചരക്കുകൾ കയറ്റിക്കൊണ്ട് പോകുന്ന കപ്പലാണ്. അതെല്ലാം കണ്ടെയ്നേഴ്സ് അകത്ത് പാക്ക് ചെയ്ത്, പിന്നെ കുറച്ച് കണ്ടെയ്നർ ഏതാണ്ട് ഹസാർഡസ് കെമിക്കൽസ് ഉണ്ടെന്ന് പറഞ്ഞു, കാൽസ്യം കാർബൈഡൊക്കെ. അതും വെള്ളമായിട്ടൊക്കെ റിയാക്ട് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തി ഇതിന് ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. കൂറ്റൻ കപ്പലുകൾക്കൊക്കെ അത്ര എളുപ്പത്തിൽ സിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് നടപ്പാക്കാൻ പറ്റിയ കാര്യമാണ്. ചെറിയൊരു ബോട്ട്, ഫിഷിംഗ് ബോട്ട് മറിയുന്ന പോലെയോ ഡാമേജ് ഉണ്ടാകുന്ന പോലെയല്ല. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക.